നമ്മുടെ വീടും പരിസരമൊക്കെ വൃത്തിയാകുന്ന ഒരു ദിവസമുണ്ട്. ഹലോ, പോയി കിളി തിരിച്ചു വരട്ടെ. നല്ല പനി, ശബ്ദം പോയി, ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഈ പള്ളിയിൽ അച്ഛൻ ചോദിക്കുകയാണ്, പള്ളിയിലേക്കാണോ പോവാ ബാറിലേക്കാണോ? സഹായിക്കണം, എനിക്ക് ഇഷ്ടമില്ല അങ്ങനെ ഇതൊന്നും പറയാൻ. ഒരു ചുക്കൂലിയ ഈ അടിച്ചു വരേണ്ട ഇടയിൽ എന്നെ വന്നിരിക്കണം. എന്താണാവോ വെറുതെ ഇരിക്കുമ്പോഴേ ഭയങ്കര വിശപ്പ്. ഒരു ദിവസത്തില്ല ഒരാഴ്ചയിലത്തെ തൊണ്ട കലശലായി തൊണ്ടവേദനയ്ക്ക് ശേഷം ഇന്നത്തെ ഇറങ്ങിയ ദിവസം തന്നെ നമ്മള് കൊട്ടിയും കൈ പിടിച്ച് നടക്കണം. തോറാന പണ്ട് കാലത്ത് സെൻറ് തോമസിൻ്റെ തോറാനാന്ന് ഞങ്ങൾ പറയും. അതായത് നമ്മുടെ വീടും പരിസരമൊക്കെ വൃത്തിയാകുന്ന ഒരു ദിവസമുണ്ട്. അതൊന്നല്ല, മഴ പെയ്യും, ഭയങ്കര മഴയായിരിക്കും, ആന വരെ ഒലിച്ചു പോവും. അങ്ങനത്തെ മഴയായിരിക്കും ഈ ദിവസം എന്നാണ് ഞാൻ കേട്ടേക്കണത്. അന്ന് വൃത്തിയാക്കലുണ്ടായിരുന്നു. ഇല്ല, ആ മഴയത്തെ എങ്ങനെ വൃത്തിയാക്കാൻ പറ്റാനാ? മനുഷ്യന്മാർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വരാൻ പറ്റില്ലേ? അത് തോറാനില്ലേ, പൊട്ടിനെ കളയുന്നത് സംക്രാന്തിക്ക്. സോറിട്ടാ, തോറാനര ദിവസം ഞങ്ങൾക്ക് സ്കൂൾ ഉണ്ടാവില്ല. ആർക്കും ഉണ്ടാവില്ല. പോർക്കിറച്ചി വാങ്ങിക്കും. ഇല്ല, അത് സംക്രാന്തിക്ക് പോർക്കിറച്ചി വാങ്ങിക്കുക. ചേട്ടൻ എന്തിട്ടേക്ക് പറയണേ? ഹലോ, പോയി കിളി തിരിച്ചു വരട്ടെ. ശബ്ദമൊന്നും ശരിയായിട്ടില്ല, ആകെ മെമ്മറി പോയി. കുറേ കാലം കൂടിയിട്ടാണ് ചേട്ടന് അസുഖം വന്നത്. പനി അങ്ങനെ വരുമ്പോഴും കലശലായിട്ടൊന്നും വരാറില്ല, ചെറുതായിട്ടൊന്ന് വന്ന് പോവാണ് ചെയ്യാറ്. പക്ഷെ ഇപ്രാവശ്യം വന്നത് അത്യാവശ്യം നല്ല രീതിയിലായിരുന്നു. നല്ല പനി, ശബ്ദം പോയി, ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, പിന്നെ നല്ല ഭയങ്കര കഫക്കെട്ടായിരുന്നു. അപ്പം ഞാൻ ഓരോ ബുദ്ധിമുട്ടുകൾ എനിക്ക് വരുമ്പോൾ പറയുമ്പോൾ അത് മൈൻഡ് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ എന്നോട് വന്ന് പറയാം. നെഞ്ച് തടയുമ്പോൾ, കബടയുമ്പോഴത്തെ നമുക്ക് ശ്വാസം വലിക്കുമ്പോഴത്തെ ബുദ്ധിമുട്ട്, പിന്നെ നമ്മൾ മരുന്ന് ആൻറ്റിബയോട്ടിക് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം മരുന്ന് ആഹാരത്തിന് അരമണിക്കൂർ മുമ്പ് നമുക്ക് ഗ്യാസിൻ്റെ ഗുളിക കഴിക്കാണ്ടാവുമല്ലോ. അപ്പം അത് കഴിക്കാൻ ചേട്ടൻ മറക്കും. അപ്പം അത് കഴിക്കാണ്ട് ഈ ഗുളികയൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ശ്വാസം കിട്ടണില്ല, വിമ്മിഷ്ടം, അതിൻ്റെ ബുദ്ധിമുട്ട് വേറെ. ഞാൻ ജീവിതത്തിൽ ഗ്യാസ് ട്രബിള്, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ചേട്ടൻ എന്തിട്ടാന്ന് പോലും അറിയില്ല. അതിൻ്റെ ബുദ്ധിമുട്ട് വയറിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ നെഞ്ചിരിച്ചിലെന്നൊക്കെ പറയില്ലേ, അതൊന്നും ആൾക്ക് അറിയില്ലേ. അപ്പൊ അതൊക്കെ നമ്മൾ പറഞ്ഞേക്കുമ്പോഴും അതൊക്കെ എന്ത്, യോഗ ചെയ്താൽ മതി, അങ്ങനെയൊക്കെ പറയാറ്. യോഗ ചെയ്തോ, എക്സസൈസ് ചെയ്തോ, വയസ്സായി തുടങ്ങി, ഇനി ഇതൊക്കെ ചെയ്യണം, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട്, അങ്ങനെയൊക്കെ പറയാറ്. അപ്പൊ 3.5 കിലോന് മീതെ ഞാൻ തൂക്കം കുറഞ്ഞു. അതെ, ക്ഷീണിച്ചു. എന്റെ മുഖത്ത് ക്ഷീണുണ്ട്, നന്നായിട്ടുണ്ട്. ഡ്രസ്സൊക്കെ കണ്ട ഡ്രസ്സിലല്ല, ആകെ ക്ഷീണിച്ചു. പണിയെടുക്കാനുള്ള ആരോഗ്യമൊക്കെ പോയി, കൈയും കാലൊക്കെ ക്ഷീണിച്ചിരിക്കുകയാണ്. പുതുക്കി എടുക്കണം ഒക്കെ. അപ്പൊ ഞങ്ങള് ടൈം മരുന്ന് കഴിക്കാൻ കിടപ്പ് തന്നെയായിരുന്നു. കിടപ്പാണ്ടിൽ നമുക്ക് ഇന്നലെയൊക്കെ ഷൂട്ട് ചെയ്യാൻ വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു 2-3 ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, റെസ്റ്റ് എടുത്തിട്ട് മാറിയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ചിരുത്തിയേക്കായിരുന്നു 2 ദിവസം. ഇന്നിപ്പോ ഇവിടെ വീടിന്റെ ചുറ്റും പരിസരം വൃത്തിയാക്കാന്ന് വിചാരിച്ചു. വലിയ വർത്താനം പറയാനൊന്നുമില്ല. ഞാൻ ആര് വൃത്തിയാക്കും? സുജിതേനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കുറേ നാളെ സുജിത വന്നിട്ട്. അന്ന് ലാസ്റ്റ് വന്നില്ലേ, അന്ന് നമ്മൾ എന്നിട്ട് പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കിയ ലാസ്റ്റ് വന്നവള്. പിന്നെ മഴയല്ലേ, അവള് വന്നാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ പറയാൻ മാത്രം ചവറില്ല, കുറച്ചുള്ളത് ഞാൻ ഒരു തോർച്ചുള്ള സമയത്ത് ഞാൻ അടിച്ചു വരും, അങ്ങനെ ചെയ്ത് തുടങ്ങാൻ. അപ്പം ഇന്ന് അവളോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൾ വരാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ വിളിച്ചു, അവൾക്ക് സുഖമില്ല, അത് കാരണം നാളെ വന്നാൽ മതിയോ അല്ലെങ്കിൽ 2 ദിവസമായിട്ട് വന്നാൽ മതി ചോദിച്ചു. ഞാൻ പറഞ്ഞു മതി, റെസ്റ്റ് എടുത്ത് തോന്നുന്നു. എല്ലാവർക്കും വയ്യ. ജഗുവിന്റെ സ്കൂളിലത്തെ ബെഞ്ചിലിരിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു പനി വന്നതാണ് ഇവിടുത്തെ തുടക്കം. അതെ, അവിടുന്ന് ആ ബെഞ്ചിലിരിക്കുന്ന എല്ലാവർക്കും ആയിട്ട് വന്നു. ജഗ്ഗു ഇവിടെ വന്നു. ജഗ്ഗുവിന് പിറ്റേ ദിവസം തൊട്ട് തുടങ്ങി. നാടകം കാണാൻ പോയില്ലേ, ഇടയില് 2 ദിവസം തൃപ്പൂണിത്തുറയ്ക്ക് നാടകം കാണാൻ പോയില്ലേ ഞങ്ങള്. അന്ന് ജഗുവിനെ വീഡിയോ കൊണ്ടുവന്നാക്കിയത് ഓർമ്മയുള്ളോ? അവിടെ അച്ഛനും അമ്മയ്ക്കും കിട്ടി. അമ്മ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി. ഇന്നലെ ഇപ്പൊ അമ്മ ഡിസ്ചാർജ് ആയിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട്. അവിടുന്ന് പിന്നെ എനിക്ക് കിട്ടി. എന്റെ തിരി നീണ്ടു പിടിച്ചു. എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വർത്താനം പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. നമ്മള് വെടുപ്പാക്കി വെച്ചരുത്. ഞാനേ ഈ സാധനങ്ങള് ആക്കിയാലോ, ഇവിടെയൊക്കെ നോക്കിയാ കണ്ട നിറച്ചേ നമ്മുടെ അശോക ചെത്തിയുടെ തൈകളില്ലേ, നോക്കിയേ നിറച്ച അശോക ചെത്തി. അത് വലിക്കുമ്പോ കൈ വേനെടുക്കട്ടെ കേട്ടോ, അതിന് ഭയങ്കര വേരുപിടുത്ത അശോക ചെത്തിയുടെ തൈകളാണ് കണ്ട നിറയെ. വലിച്ച കിട്ടില്ല, വേണേ കട്ട് ചെയ്തെങ്ങനെ എടുത്താൽ മതി കത്രിക കൊണ്ട്. കണ്ട ഇങ്ങനത്തെ തൈകളുണ്ട. ഈ അശോക ചെത്തിയുടെ തൈക്ക് ഭയങ്കര വിലയുണ്ട് തരുതേ. വലിയ വിലയൊന്നുമില്ല, 10 രൂപ ഉണ്ടാവും മാക്സിമം. 10 രൂപ ഉണ്ടാവും മാക്സിമം. ഇതൊക്കെ ഇത് ഞാൻ വലിക്കുക, ഇങ്ങനത്തെയൊക്കെ പണികൾ എടുക്കാം. ആയിരം തൈകൾ മുളച്ചിട്ടുണ്ടെന്നുണ്ട് സരിത. ഇതെല്ലാ വർഷക്കാലത്തും കുറെ മുളയ്ക്കും. നമ്മളപ്പോൾ പറയാറുണ്ട് നഴ്സറിയിലേക്ക് കൊടുക്കായിരുന്നു എന്നൊക്കെ.
ഈ ഭാഗം അടിച്ചു വരാൻ നല്ല സുഖമാണ്. ഒന്നാമത്തിൽ ഇവിടെ ചവറധികം ഇല്ല. രണ്ടാമത്തെ കാര്യം മഴ മാറുമ്പോഴത്തേക്കും ഇവിടെ ഉണങ്ങും. ഇവിടെ മരങ്ങൾ ഷെയ്ഡില്ലാത്തതുകൊണ്ട്. പക്ഷെ ആ ഭാഗമാണ് പാട്. ചവറടിച്ചാൽ നീങ്ങില്ല. ഒരു ദിവസം മൊത്തം മഴ പെയ്യാണ്ട് നല്ല വെയിൽ വീശാൻ മാത്രം അവിടെ ഉണങ്ങുള്ളൂ. അതെ സരിത, ആ ആരാണ് നല്ലവൻ? എവിടെ സംഭവം പണ്ടേ ഞാൻ നിന്നോട് ആദ്യം പറയണത് പണ്ടേ പണ്ട് എന്ന് പറഞ്ഞ ഈ മനോരമ ആഴ്ചവയ്പ്പ്, മംഗള ആഴ്ചവയ്പ്പ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കത്തിയേക്കണ കാലത്താണെന്നുകൊണ്ട് ഒരു കഥ ജോണാലെങ്കിൽ ചെറുകഥ എന്ന് പറഞ്ഞിട്ട് ഒരു കഥ വന്നിട്ടുണ്ട്. അത് കുറേ നാൾ മുമ്പ് ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. ആരോ എഴുതിയതാണ്. അത് ഞാൻ നിന്നോട് അന്ന് പറയണത് വിചാരിച്ചിട്ട് മറന്നു. ആ കഥയെ ഞാൻ നിന്നോട് പറഞ്ഞത് അത് എന്താണെന്ന് ഞാൻ മറന്നുപോയി. അത് ഇപ്പോഴുണ്ട്. നമ്മുടെ ശശിയില്ലേ, ശശി നമ്മുടെ ഇതിലേക്ക് അയച്ചെന്ന് തോന്നണു ആ കഥ. നീ വായിച്ചത്? ഗ്രൂപ്പിലിട്ടുണ്ടാ? ആ ഇല്ല, ഞാൻ വായിച്ചിട്ടില്ല. ആരാണ് നല്ലവൻ? ആരാണ് നല്ലവെന്ന് ഞാൻ പേരിടുന്നതാണ്. എങ്ങനെയുള്ളവരാണ് നല്ലവരെന്ന് കഥ പറയട്ടെ. അത് ശബ്ദം ഇല്ലാണ്ട് വോയിസ് റെസ്റ്റ് എടുക്കുന്ന ആളെന്നെ കഥ പറയണം. പതുക്കെ കഥ പറയല്ലോ. ഹരിശ്രീ അശോകൻ പറയില്ലേ ക്രോണിക് ബാച്ചിലറിൽ, അപ്പൊ ഇന്ന് പൂട്ട് വേണ്ട അല്ലേ? അല്ല, അപ്പുറത്തെ കടന്നിലൂടെ ഇളക്കാൻ പോവാന്ന് കേട്ട് പറഞ്ഞവനെ അപ്പിന്നെ അടിച്ചൊന്ന് പറഞ്ഞ കഥ പറയാൻ പോവല്ലേ. അതെ, ഒരു ക്ഷീണിതയായ ഒരു പെണ്ണ്. ഞാൻ കഥ വായിച്ചൊന്നുമില്ല. അതില് പറയണ പോലെ മനസ്സിലായേ? അല്ല, അന്നത്തെ ഓർമ്മയിൽ വെച്ച് പറയുന്നതാണ്. അപ്പൊ ചേട്ടൻ പറഞ്ഞതില് ഒക്കെ പൊരുത്തക്കേടുകളാ. ചേട്ടൻ ആദ്യം പറഞ്ഞു ഒരു കഥ ഉണ്ടായിരുന്നു, മുന്നേ വായിച്ചിട്ടുള്ളതാണ്, നിന്നോട് പറയണമെന്ന് വിചാരിച്ചു, പിന്നെ ആ കഥ എന്തിട്ടാന്ന് ചേട്ടൻ മറന്നുപോയി എന്ന് പറഞ്ഞു. ഇപ്പൊ വീണ്ടും ശശി ആ കഥ അയച്ചേക്കണു. മനസ്സിലായിപ്പോ ഓർമ്മ വന്നു. തുടക്കം വായിച്ചിട്ടുള്ളൂ ഇപ്പോഴും? തുടക്കത്തെ 2 വരി വായിച്ചപ്പോ ഓർമ്മ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് പറഞ്ഞ പോലെ കേട്ടാ മതി. ശരി, ഇനി ഞാൻ പോയിട്ട് അത് വായിക്കണം, എന്നാലും ശരിക്കുള്ള കഥ അറിയുള്ളൂ. പറയും. ഒരു ക്ഷീണിതയായ ഒരു സ്ത്രീ ഒരു കൈക്കുഞ്ഞിനെ എടുത്തിട്ട് ഒരു സ്കൂളിൻ്റെ അവിടേക്ക് വന്നു. സ്കൂളിൻ്റെ അവിടേക്ക് വിജനമായിട്ട് ഭയങ്കര ക്ഷീണിതയാണ്. ഉച്ച സമയത്ത് അങ്ങോട്ട് വന്നതുകൊണ്ട് അത് സ്കൂളിലേക്ക് കയറി വന്നപ്പോൾ സ്റ്റാഫ് റൂമിൽ അധ്യാപകരൊക്കെ ഉണ്ട്. സമയത്ത് ഉച്ച സമയമാണ്. അപ്പോൾ അവർ ഭക്ഷണം കഴിക്കാൻ എന്തൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ പെണ്ണ് അതിൻ്റെ ദയനീയാവസ്ഥ പറയാണ്. അതിന് കുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കണം, ഭക്ഷണം കൊടുക്കാനായിട്ടുള്ള എന്തെങ്കിലും പൈസ വേണം, നാട്ടിലെത്താനുള്ള അങ്ങനെ എന്തോ ഇതൊക്കെയാണ്. അപ്പൊ ഈ അധ്യാപകർ മുഴുവൻ വായിച്ചിട്ട് പറഞ്ഞു പോരെ കഥ. അത് വായിച്ചു കഴിഞ്ഞ പിന്നെ അതിന്റെ ഞാൻ പറയുന്ന രസം പോയില്ലേ. എന്റെ ഭാവനയ്ക്ക് അനുസരിച്ച് പറഞ്ഞുകൂടാ നീ. ശരി, പറയും. അപ്പൊ ഓരോ അധ്യാപകർ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു. ഒരാൾ ചോദിച്ചു, ഭർത്താവ് ഉപേക്ഷിച്ചാണോ, എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ, വേറൊരാളെ എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനത്തെ ഒരു അവസരത്തിൽപ്പെട്ടത്, അങ്ങനെ പല 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 ഒരാൾ പെട്ടെന്ന് ഒരു അപരിചിതരായിട്ടുള്ള ഒരു വ്യക്തി വരുമ്പോഴത്തേക്കും നമ്മൾ കാശ് കൊടുത്ത് കൊടുക്കില്ലല്ലോ. അപ്പൊ ഈ പെണ്ണ് ഇതൊക്കെ കുറെ കേട്ടിട്ട് ഈ പെണ്ണ് നിരാശയായിട്ട് ഇറങ്ങി പോവാണ്. ആരും സഹായിച്ചില്ല. ഇവര് ഓരോ കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇതൊക്കെ ചോദിച്ച് ഈ പെണ്ണ് ഇങ്ങനെ നടന്ന് പോകുമ്പോഴുണ്ട് അവിടെ ഒരു കള്ള് ഷാപ്പ്. ആ കള്ള് ഷാപ്പിലേക്കാണ് ഈ പെണ്ണ് പോകുന്നത്. കള്ള് ഷാപ്പിലാണെങ്കിൽ ട്രൗസർ ഇട്ടിട്ട് ആളുകൾ വെള്ളം അടിച്ചിട്ട് ഇരിക്കുന്നു, മുണ്ട് ഊരി കളഞ്ഞിട്ട് കള്ളും കുപ്പിയായിട്ട് ഇത് ഒരു കൊമ്പം മീശകാരൻ ക്യാഷിലിരിക്കുന്നു. ഭയങ്കര ഇത് അങ്ങനത്തെ എല്ലാവരും ഒരു എന്താ പറയുക അലമ്പായിട്ടുള്ള ഒരു ഇത്. ചിലർ ചീത്ത പറയണ്ട. അങ്ങനെ അവിടേക്കാണ് ഈ പെണ്ണ് ചെല്ലുന്നത്. ഈ പെണ്ണ് വരുന്ന കണ്ട വഴിക്ക് കള്ള് ഷാപ്പിലത്ത് ഈ കൊമ്പം മീശക്കാരൻ 2-3 കുടിയന്മാർ ഇങ്ങനെ അടുത്തേക്കണ്ട് വന്നു. ഞാൻ അഭിനയിച്ച് കാണിക്കേണ്ടതാണ്, എനിക്ക് വയ്യാത്തത് കൊണ്ട് പറ്റില്ല. പറ്റാത്തത് സൗണ്ടാണ്. അപ്പോൾ വന്നിട്ട് ചോദിച്ചു, എന്താ പെങ്ങളെ ഇത് ഷാപ്പാണ് എന്ന് പറഞ്ഞു, എന്താ ഇവിടേക്ക് എന്ന് ചോദിച്ചപ്പോൾ ഈ പെണ്ണ് ഇതിൻ്റെ ദയനീയാവസ്ഥ പറയാണ്. ആ വഴിക്ക് പെട്ടെന്ന് കുടിയന്മാരിൽ ചാട്ടപ്പെടുന്നുണ്ടാ. ഈ പെങ്ങളെ എല്ലാവരും പൈസ ഇടലും കയ്യിലുള്ള പൈസയും ചോദ്യങ്ങളൊന്നുമില്ല. പെടുപെടുന്ന കയ്യിൽ പൈസയൊക്കെ ആയിട്ട് ഈ തടീനും 2-3 കുടിയന്മാരും കൂടിയിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് അകമ്പടിയോടെ കൊണ്ടുപോയി. ഈ പറഞ്ഞ പെണ്ണ് പറഞ്ഞ ബസ്സിൽ കയറ്റി വിടാണ്. ബസ് നിർത്തിയിട്ട് കണ്ടക്ടറോട് പറഞ്ഞു, ഇന്ന സ്ഥലത്ത് തന്നെ ഇവരെ ഇറക്കി വിട്ടോളോ, നോക്കിയോളോ എന്നൊക്കെ പറഞ്ഞിട്ട് കിടാവിന് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തുവിട്ടവരെ. എന്നിട്ട് ഈ കൊമ്പമീശകാരൻ പറയാണ്, പെങ്ങളെ
ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ വല്ല സ്കൂളിലോ പോലീസ് സ്റ്റേഷനിലോ സർക്കാർ ഓഫീസിലൊക്കെ ചെന്ന് പറയണ്ടേ? ഞങ്ങളൊക്കെ കുടിയന്മാരാണ്, ഇവിടെയൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക നിങ്ങൾക്ക് അറിയില്ലേ, ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കയറ്റി വിട്ടു വന്ന്. ഇതാണ് കഥ. ഈ കഥയിൽ എന്തിട്ട് ഗുണപാഠം? നമ്മൾ കള്ളു കുടിക്കണവരാണ് നല്ല മനസ്സിൻ്റെ ഉടമകൾ എന്നാണോ ഇതിൻ്റെ അർത്ഥം? ഇന്നാള് ഞാൻ ഒരു പള്ളിയിൽ അച്ഛൻ പ്രസംഗിക്കുന്നത് പോലെ വാട്സപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് ഒരു പള്ളിയിൽ കുർബാന നടന്നുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ വേണ്ട കുർബാന തുപ്പാൻ പോവാണോ? ഇല്ലേ, തുപ്പാനായിട്ടൊന്നുമില്ല. ഇല്ലേ. അപ്പോൾ കുർബാന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരാളുടെ ഫോൺ ബെല്ലടിച്ചു. അപ്പോൾ ആ കുർബാനയൊക്കെ നടക്കുമ്പോൾ ഫോൺ സൈലൻറ്റിൽ വെക്കണം എന്നാണ്. ഇയാൾ എന്തോ ഒന്ന് സൈലൻ്റ് ആക്കാൻ മറന്നുപോയി. ഫോൺ ബെല്ലടിച്ചപ്പോൾ ഇയാളെല്ലാവരും കൂടി രൂക്ഷമായി നോക്കി, ഇത് ആരുടെ ഈ ഫോൺ ബെല്ലടിക്കുന്നത്? അപ്പോൾ ഇയാളുടെ ഭാര്യയും മക്കളൊക്കെ ഇയാളെ ഭയങ്കര ഇതിൽ നോക്കുകയാണ്. ഇയാൾ വേഗം ഫോണാണെങ്കിൽ പെട്ടെന്ന് സൈലൻ്റ് ആക്കാനും പറ്റില്ല. ഇയാൾ ആക്കി. അപ്പോൾ പള്ളിയിലച്ഛൻ കുർബാന നടക്കണതിൻ്റെ ഇടയിൽ ഇയാളെ ഒരു നോട്ടം നോക്കി. അന്ന് പിന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങി വീടെത്തണ വരെ ഭാര്യയും മക്കളും ഇയാളെ ഇടവും വല നിന്നിട്ട് ചീത്തോട് ചീത്ത. എത്ര വട്ടം പറഞ്ഞിട്ടുള്ളതാ ഫോൺ സൈലൻറ്റിലിടാൻ, നിങ്ങളെ കൊണ്ട് തോറ്റു, നിങ്ങൾ കാരണം നാണം കെട്ടു, അത് ഇത് ഇങ്ങനെ പറഞ്ഞ് ഇയാൾക്കൊരു സ്വൈര്യം എന്ന് പറയണില്ല. അപ്പോൾ ഇയാൾക്കും ഉള്ളിൽ മനസ്താപമായി, ഞാനൊരു തെറ്റ് ചെയ്തു, ഞാൻ ഫോൺ സൈലൻറ്റിലിടേണ്ടതായിരുന്നു, ഞാൻ പെട്ടെന്ന് ഇട്ടുപോയതല്ലേ എന്ന് ആലോചിച്ച് വിഷമിച്ച്. ഭാര്യ മക്കളാണ് ഇത് നിർത്തണില്ല, വൈകുന്നേരമായിട്ട് നിർത്തണില്ല. വൈകുന്നേരം ഇപ്പോൾ ഇയാൾക്ക് ഇത്തിരി മനസ്സമാധാനം കിട്ടാൻ വേണ്ടി ഇയാൾ പുറത്തിറങ്ങി ബാറിലേക്ക് പോയി. ഇയാൾ കുടിക്കണ ശീലമൊന്നും ഇല്ലാത്ത ആളാണ്. ബാറിൽ ചെന്നു. ബാറിൽ ഇയാൾ വളരെ നിരാശനായിട്ടാണ് ചെന്നിരിക്കണം. അന്നത്തെ ദിവസം മോശമായില്ലോ വെച്ചിട്ട് ഇരിക്കുമ്പോൾ ഒരു ബിയറിന് ഓർഡർ ചെയ്തു. ബിയർ കൊണ്ടുവന്ന് വെച്ചു. ഇയാളുടെ കൈ തട്ടി ബിയർ നിലത്ത് വീണ് പൊട്ടി. അപ്പം ഇയാൾ ദൈവമേ, ഞാൻ എവിടെ ചെന്നാലും പ്രശ്നങ്ങളാണല്ലോ, ഞാൻ ഇങ്ങനെ ഒരു ഒന്നിനും കൊള്ളാത്ത വ്യക്തിയാണല്ലോ എന്ന് ഇയാൾ സ്വയം ഇരിക്കുമ്പോഴത്തേക്കും ആ ബാറിൽ സപ്ലൈ ചെയ്യുന്ന ഒരു ഭയങ്കര സുന്ദരിയായിട്ടുള്ള പെൺപിള്ളേരാ. അതിലത്തെ ഒരു സുന്ദരിയായിട്ടുള്ളൊരു പെൺകുട്ടി ആളുടെ അടുത്ത് ഓടി വന്നു. അയ്യോ സാർ ഒന്നും ചെയ്യണ്ട, ഇയാളാണെങ്കിൽ ഇത് എന്തൊരു ചെയ്യണ്ടേന്ന് നോക്കാം. അപ്പോൾ ഒന്നും ചെയ്യല്ലേ, കൈമ കുപ്പിച്ചിൽ കയറും, സാർ അവിടെ ഇരുന്നാൽ മതി എന്നിട്ട് ആ പെൺകുട്ടീനെ അതൊക്കെ തുടച്ച് ക്ലീൻ ചെയ്തു. സാർ വിഷമിക്കേണ്ട, ഇതൊന്നും സാരല്ല, ഇതൊക്കെ വീട് പൊട്ടലൊക്കെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ്, ഇതൊക്കെ ഇവിടെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്, സാർ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, സാർ ഇതിൻ്റെ പൈസ അടയ്ക്കേണ്ട, പകരം ഞങ്ങളൊരു കുപ്പിപ്പന്നെ കൊണ്ടുവന്നേരം. എന്നിട്ട് ഇയാൾക്ക് വേഗം ഒരു കുപ്പി കൂടി കൊണ്ടുവന്ന് കൊടുത്ത് ഇയാളെ ഭയങ്കര സന്തോഷിപ്പിച്ച് സമാധാനിപ്പിച്ചിട്ട് ആ പെൺകുട്ടി പോയി. അപ്പോൾ ഈ പള്ളിയിലച്ഛൻ ചോദിക്കുകയാണ്, നിങ്ങൾ തന്നെ പറ, ഇനി ഇയാൾ നാളെ മുതൽ എങ്ങടായിരിക്കും പോവുക? പള്ളിയിലേക്കാണോ പോവുക, ബാറിലേക്കാണോ പോവുക? അപ്പോൾ ബാറിലേക്ക് പോണ ആൾക്കാരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ആ കഥയാണ് എനിക്ക് ഇത് കേട്ടപ്പോൾ ഓർമ്മ വന്നു ചേട്ടാ. അതേ, അപ്പൊ കഥകളൊക്കെ ഭയങ്കര ഇതുപോലെ എനിക്ക് പിന്നെ ഒരു അബദ്ധം ഉണ്ടാകും, ഞാൻ പിന്നെ പറയാം. അതിന് മുന്നേ വേറൊരു അബദ്ധം പറ്റിയെന്ന് അല്ല അപ്പൊ ചേട്ടന്റെ അടുത്ത് ചേട്ടൻ ഇങ്ങനെ നിൽക്കുമ്പോൾ അതുപോലെ ഒരു പെണ്ണ് കുട്ടീനെ എടുത്തിട്ട് വന്നിട്ട് ചോദിക്കാണ്, ചേട്ടൻ പൈസ കൊടുക്കൂ? ഒന്നും ചോദിക്കാണ്ട് പൈസ കൊടുക്കില്ല, വെറുതെ 2-3 കാര്യങ്ങളൊക്കെ ചോദിക്കും സാധാരണഗതിയിൽ. പിന്നെ കിടാങ്ങളെ കാണുമ്പോൾ നമുക്ക് ഒരുവിധമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം നമ്മൾക്ക് തട്ടിപ്പിന്റെ ആളുകളാണോ മത്തങ്ങാര ആളുകളാണോ എന്നുള്ളത് നമുക്ക് ഏകദേശമൊക്കെ അറിയാൻ പറ്റുമല്ലോ. തുറന്നോ? അതെ, ഒന്നല്ല, നമ്മുടെ വീട്ടിൽ CCTV വയ്ക്കാൻ തീരുമാനിച്ച വിവരം നമ്മൾ 1 വർഷത്തോളമായി നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിച്ച് അന്വേഷിച്ചിരിക്കുന്നു. അപ്പോൾ വെക്കാൻ നമുക്ക് നല്ല ഇഷ്ടമാണ്, വരുന്നവർക്കും ഇവിടെ ഇഷ്ടം. പക്ഷെ പൈസ റേറ്റ് നമുക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് മാത്രം എന്നും മാറിപ്പോവാണ് പതിവ്. അപ്പൊ ഇനി വരുന്നവര് എത്ര റേറ്റ് പറയുന്നു നമുക്ക് അറിയില്ല കേട്ടോ. അപ്പൊ അവര് വന്ന് നോക്കാം. അപ്പൊ ജഗ്ഗു അവരെ കൊണ്ടുവരാനായിട്ട് അവർ ഗേറ്റിന്റെ അവിടെ കാർ ഇട്ടിട്ട് അവർക്ക് ഇങ്ങോട്ട് വരാൻ പേടി, നായ്ക്കള് കുറയണുണ്ടല്ലോ ഇവിടെ. പിന്നെ നമ്മള് റേറ്റ് കുറവ് നോക്കി പോയിട്ടും കാര്യമില്ല, സർവീസിങ് നല്ലതായിട്ടുള്ള ആൾക്കാരാവണം. അതന്നെ 5 സ്റ്റാർ, അതായത് ഗൂഗിളിൽ നോക്കിയിട്ടാണ് നമ്മൾ വരെ വിളിച്ചാണ്. അവർക്ക് 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവര് വരുന്നുണ്ട്. ഗേറ്റിൻ്റെ അത് ശരിയാക്കിയില്ല, അതാണ് സ്വല്പം പൊക്കി പിടിച്ചിട്ട് ഇപ്പോഴും ശരിയാക്കണം. അങ്ങനെ നമ്മുടെ CCTVക്കാർ നമ്മുടെ വീടും പരിസരമൊക്കെ നോക്കിയിട്ട് കുറച്ച് സംസാരിച്ചിട്ട് അവർ പോയി. ഇനി അവർ കൊട്ടേഷൻ തരും. അപ്പോൾ നമുക്ക് നോക്കാം. സരിത ഇവിടെ മിറ്റടി തുടങ്ങിയിട്ടാ. മിറ്റടിക്കുമ്പോൾ ഇതൊരു ദൂഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സഹായിക്കാമെന്ന് ചോദിച്ചാണ്. പക്ഷേ നമ്മുടെ ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ട് സഹായിക്കണം എനിക്കിഷ്ടമില്ല. ഞാൻ കൂടുതൽ വർത്താനം പറഞ്ഞത് കുഴപ്പമാവോ? സൗണ്ട് അടഞ്ഞു തുടങ്ങിയില്ലേ? നല്ല മഴയും വരുന്നുണ്ട്. മഴ വരുമ്പോഴേക്കും ഞാൻ അടിച്ച വരി അവസാനിപ്പിക്കട്ടെ കേട്ടാ.
അതെ ഈ ഫോൺ സരിതമ്മ നേരത്തെ പള്ളിയിലത്തെ അച്ഛൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ ബെല്ലടിച്ച കാര്യം പറഞ്ഞല്ലോ. ഈ ഫോൺ ഭയങ്കര ശല്യ ചില സമയങ്ങളിൽ. ഞാനാണെങ്കിൽ ഈ ഫോൺ ഇപ്പോഴല്ല കേട്ടാ, നമ്മുടെ അശ്വമേധ നാടകം കളിച്ച സരിത മിണ്ടാണ്ടിരിക്കൂ. ചേട്ടനല്ല സൗണ്ട് പോയിട്ടിരിക്കണ ആള്. 2017 വോയിസ് റെസ്റ്റ് എടുക്കണം. 2017 അശ്വമേധം നാടകം കളിക്കുന്ന ടൈം കേട്ടാ. അപ്പം ഞാൻ ഫോൺ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം അത് സ്പീക്കറിലിടും. ഞാനിപ്പോൾ ഫോണാണെങ്കിൽ സ്പീക്കറിലിട്ട് സംസാരിക്കാം കേട്ടാ. അപ്പോൾ അശ്വമേധം സിനിമയിൽ ഷീലേരെ നിക്ക് ഇതടിക്കുമ്പോൾ ശബ്ദം കേൾക്കും. ഏയ് നീയത് മഴ വരുമ്പോഴേക്കും ഞാൻ അടിച്ചു വരട്ടിയെന്ന്. മഴ പെയ്തോട്ടെ, ഇത് പഠിച്ചു കളഞ്ഞിട്ട് എന്ത് താങ്ങി ചെയ്യാനാ? അടിച്ചു വാരിട്ട് ഇവിടെ വൃത്തിയായിട്ട് എടുക്കുക. അതെ നോക്കിയേ, അടിച്ചു വാരി സ്ഥലവും ചവറ് എടുക്കണ സ്ഥലവും കൂടി നോക്കിയേ, കണ്ടാ മാറ്റം നോക്കിയേ. മാറ്റണ്ടായിക്കോട്ടെ, നമ്മളെന്നീല് കാണുന്നത്. അല്ല ചേട്ടൻ അവിടെ പോയി നിന്ന് പറഞ്ഞോ ഈ മൈക്കും കൊണ്ട് പോയിട്ട്. എനിക്ക് ഒറ്റയ്ക്ക് പറയാനായിട്ട് തിരക്ക് ഭ്രാന്തുണ്ടാ? അല്ല കേൾക്കാൻ ആളുണ്ടല്ലോ. ഈ കഥ എനിക്ക് അറിയാവുന്നത്. അശ്വമേധം മറ്റേ ഷീനയ്ക്ക് വിളിച്ചതല്ലേ? എനിക്കറിയാം. അത് അതായത് അതിൽ നായികയായിട്ട് അഭിനയിക്കുന്ന ഒരു പെൺകുട്ടീൻ്റെ കേട്ടാ. അവൾക്ക് സെറ്റ് മുണ്ടാണ് കൊടുത്തിട്ട്, ഫുൾ ടൈം സെറ്റ് മുണ്ടാണ്. ഈ കുഷ്ഠരോഗിയാണല്ലോ. ഞങ്ങൾ സെറ്റ് മുണ്ടാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് നാടകം കളിക്കുന്നത്. അപ്പോൾ വെള്ള സെറ്റ് മുണ്ട് വേണം. അപ്പോൾ നാടകം കളിക്കുന്നത് എത്ര മണിക്ക്? 6 മണിക്കില്ലേ, 6:30. വൈകുന്നേരം 6:30 നാടകം. 4 മണി ഇപ്പോഴാണ് ആലോചിച്ചത്. ഇവിടെ സെറ്റ് മുണ്ടിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ മറന്നുപോയി. അപ്പോൾ സെറ്റ് മുണ്ട് വേണം. എവിടുന്ന് സെറ്റ് മുണ്ട് കിട്ടാമെന്ന് ആലോചിച്ചപ്പോൾ ഇവളെ ബാച്ചിലത്തെ ഒരു പെൺകുട്ടീൻ്റെ കേട്ടാ. ആ പെൺകുട്ടിക്ക് വീട് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ കൊണ്ടുവരും. ഇവളുടെ വീടാണെങ്കിൽ നായികയായിട്ട് അഭിനയിക്കുന്ന പെൺകുട്ടിയുടെ വീടാണെങ്കിൽ 10-50 കിലോമീറ്റർ അകലെയാണ്. അവൾക്ക് ഒരിക്കലും അത് കൊണ്ടുവരാൻ പറ്റില്ല, സമയമില്ല. ഞങ്ങൾക്കാണെങ്കിൽ വാങ്ങിക്കുക, കാശ് കളയാണ്ട് ഒപ്പിക്കാനുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ചെയ്യുന്നത്. കാരണം അതിന് ഈ നാടകത്തിന് വേണ്ടിയിട്ട് സെറ്റ് മുണ്ട് 800 രൂപ വാങ്ങിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ മറ്റേ പെൺകുട്ടി തൊട്ടടുത്തുനിന്ന് പറ്റില്ല. അപ്പോൾ അവൾക്ക് വിളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പ്രേമനായിട്ട് ആ പെൺകുട്ടി നല്ല പരിചയമാണ്. ഞാനായിട്ട് അത്ര പരിചയമില്ല. അപ്പോൾ ഞാൻ പ്രേമനോട് പറഞ്ഞു, ഇതേ അവിടുന്ന് വരുന്നുണ്ട്, ഇപ്പോൾ വൈകുന്നേരം എത്തുന്നുണ്ട്. അപ്പോൾ പ്രേമെന്ന് വിളിച്ച് ആ സെറ്റ് മുണ്ടെന്ന് കൊണ്ടുവരാം. കാരണം അവൾ ഫുൾ ടൈം സെറ്റ് മുണ്ട് എടുത്തിട്ട് നടക്കുക. അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫോണിൽ നിന്ന് സ്പീക്കറിലിട്ട് പ്രേമന് ഫോൺ വിളിക്കാൻ കൊടുത്തു. പ്രേമനാണെങ്കിൽ വലിയ ഇതിലിങ്ങനെ കസേരയിലിരുന്നിട്ട്, ഹലോ, നിനക്ക് ഈ സെറ്റ് മുണ്ട്. അയ്യോ സോറി ഇങ്ങനെയല്ല, അങ്ങനെ സ്പീക്കറിലിട്ട് സംസാരിച്ചത് ഞാൻ സ്പീക്കറിലിട്ട് കൊടുത്തു. ചേട്ടൻ്റെ ഫോണിൽ നിന്ന് കൊടുത്തേ. അപ്പോൾ സോറി ഇങ്ങനെ വെച്ചിട്ടില്ല ചേട്ടാ. ഇങ്ങനെ വെച്ചിട്ട് തോന്നുന്നു എങ്ങനെയെങ്കിലും വെച്ചതാവട്ടെ. ഹലോ, അപ്പോൾ സംസാരിച്ചു. ഈ നാടകത്തിൽ അല്ല, നിൻ്റെ കയ്യിൽ സെറ്റ് മുണ്ടില്ലേ? ഒരു സെറ്റ് മുണ്ട് വരുമ്പോൾ കൊണ്ടുവരുമോ? എൻ്റെ കയ്യിൽ സെറ്റ് മുണ്ടിൽ വരുമ്പോൾ കൊണ്ടുവരാലോ. എന്തിനാ ഞാൻ ചോദിച്ചു. വൈകുന്നേരം ഒരു നാടകം ഉണ്ടല്ലോ, അതിലേക്ക് മറ്റേ ഈ പെൺകുട്ടിക്ക് ആ പെൺകുട്ടിയുടെ പേര് പറഞ്ഞു അവൾക്ക് അഭിനയിക്കാനാന്ന് പറഞ്ഞു. വഴുക്കി എന്ന് പറഞ്ഞു ഒരു ആട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും ഞെട്ടിത്തിരിക്കും ആട്ട് കേട്ടിട്ട്. ഫോൺ തെറിച്ചു പോയി. പിന്നെ ഒരു അമ്പരപ്പ് ചീത്ത. അജൂത് അപ്പോഴേക്കും പ്രേമ അജൂത് ഓഫ്. ഈ ചില സമയത്ത് ഫോൺ ആ പള്ളിയിലത്തെ അച്ഛൻ വിളിച്ച സമയത്ത് ഫോൺ ബെല്ലടിക്കുമ്പോൾ നമുക്ക് വെപ്രാളം കൂടുമ്പോൾ നമുക്ക് എവിടെയാണ് അമർത്തേണ്ടത് എന്നുള്ള ഒരു ഇതില്ലാണ്ടിരിക്കും. ഇതിലെങ്ങനെയാണ് നിറകളം ചീത്ത പിടിക്കും. അതായത് നമ്മുടെ നായികയായിട്ട് അഭിനയിക്കുന്ന പെൺകുട്ടീനെ അവിടെ നിന്ന് ചീത്ത വിളിച്ചോണ്ടിരിക്കുകയാണ് ആ പെണ്ണ്. ഇവളാണെങ്കിൽ ഇവിടെ നിൽക്കണുണ്ട്, ഇവള് കേട്ടോണ്ടിരിക്കണേ. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വഴക്കിലുണ്ട്. അതിനുണ്ടായത് അങ്ങനെ. ഇതൊന്നും പറയണ്ടത് എന്തോരം കഷ്ടപ്പെട്ടിട്ടാ പറയണേ, സംസാരിക്കണേ. നോക്കിയേ, അതുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തി പറഞ്ഞാണേ. അപ്പൊ ഫോൺ വിളിക്കുമ്പോൾ അല്ല, ഫോൺ നമ്മൾ അത്യാവശ്യ സ്ഥലങ്ങളിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ചില മാനദണ്ഡങ്ങൾ. എന്നിട്ടും ചേട്ടൻ നന്നായിട്ടുള്ള എവിടെ പോയാലും സ്പീക്കറിലിട്ട് സംസാരിക്കുള്ളൂ. ആര് വിളിച്ചാലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം സ്പീക്കറിലിടാണ്ട് പോണതാണ്. ഒരു ചുക്കൂലിയ പോവാ. ഇന്നാള് അങ്ങനെ ഉണ്ടായി. ഞാൻ അടിച്ചു തരാം, എന്റെ പണി നടക്കട്ടെ. എന്തെങ്കിലും ആവട്ടെ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഫോൺ വിളിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ചേട്ടനുള്ള ഉപദേശം നിങ്ങളോട് പറയാനുള്ളത്. നാടകാനുഭവം അല്ല, എല്ലാവർക്കും ഇങ്ങനെ ഓരോ അനുഭവം. പള്ളിയിലത്തെ അച്ഛനപ്പോൾ ഒരു അനുഭവം പറഞ്ഞില്ലേ,
ആള് ജീവിതത്തിൽ കണ്ടും കേട്ടും അനുഭവിച്ചും അറിഞ്ഞിട്ടുള്ള അനുഭവങ്ങൾ തന്നെയാണ്. ഏതച്ഛനാ? മറ്റേ ഈ കാപ്പിപ്പൊടി അച്ഛനല്ലേ? അല്ല അല്ല അല്ല, വേറൊരു അച്ഛൻ. ഏത്? എനിക്കറിയില്ല. മറ്റേ വാട്സപ്പിൽ ഇങ്ങനെ ഫോർവേഡ് മെസ്സേജുകൾ വരില്ലേ, അതിലൊരു വീഡിയോ വന്നതാ. അങ്ങനത്തെ അച്ഛനാണല്ലേ. അച്ഛന്മാർ ഭയങ്കര തമാശകൾ പറയും, നല്ല സാരോപദേശങ്ങളൊക്കെ പറയുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ നൂറുങ്ങ് തമാശകൾ പറയൂല്ലേ സരിത? ഞാൻ വർത്താൻ പറയൽ നിർത്തി താങ്ങ, എൻ്റെ തൊണ്ട പോയി തുടങ്ങി താങ്ങ. അവിടെ ഇരിക്കട്ടെ, ഈ അടിച്ചു വരേണ്ട ഇടയിൽ എന്നെ വന്നിരിക്കണം. കുറച്ചേരം റെസ്റ്റ്. ചക്കകളെ കുറെ ഉണ്ടായിരുന്നു. മഴ രാവിലെ പെയ്താ? രാവിലെ മഴ പെയ്തൂല്ലേ? ബക്കറ്റ് ചെടികൾ നട്ട ബക്കറ്റാ സരിത. ബക്കറ്റ് മാറ്റി വെച്ചോ. ഏത് ബക്കറ്റാ? ഇരിക്കുന്നു. ഞാനേ ചാണപ്പൊടി കൊണ്ടുവന്നതാ. ചാണപ്പൊടി അല്ല, നമ്മുടെ കുടിലിന്റെ അവിടെ ഇതുണ്ടായിരുന്നില്ലേ, പീസ് ലില്ലി. കുടിലിന്റെ ആ സൈഡ് ഭാഗം, ആ മേച്ചേരിയുടെ അവിടുത്തെ മരങ്ങൾ വെട്ടിയോടുകൂടി അവിടെ ഭയങ്കര വെയിലായി. അപ്പോൾ അതൊക്കെ കരിഞ്ഞ് നിൽക്കുക. ആ പീസ് ലില്ലി ഒക്കെ അതേ കണ്ട. അവിടെ നിന്ന് പറിച്ചോണം ചേട്ടാ ഇവിടെ കുഴിച്ചിട്ടതാട്ടാ കുറച്ചാള് മുന്നേ. ഇവിടെ തണലല്ലേ, അതിന് തണല് വേണം. അയ്യോ കൊതുക് വരുന്നുണ്ട് കേട്ടാ. കണ്ടാ നോക്കിയേ, ഇവിടെ നിന്ന് ഇട്ടിട്ട് അവിടെ മരഞ്ഞ് നട്ടുപിടിപ്പിച്ചു എല്ലാം. ഓരോ സരിത പൂവുണ്ടായി നോക്കിയിട്ടേ. കണ്ടു ഒരുപാടി കണ്ടു ഞാൻ. നോക്കിയേ, നട്ട് കുറച്ച് ദിവസമായിട്ടുള്ള അപ്പോഴേക്ക് പൂവുണ്ടായി. കണ്ട എന്ത് മനോഹരമായി പൂവാ നോക്കിയേ. കൈയൊക്കെ ക്ഷീണിച്ചു. അതേ സെൻറ് തോമസിൻ്റെ ദിവസമല്ലേ, ആ സമയത്ത് നമ്മുടെ തോട്ടി കോടൊക്കെ നിറച്ച് വെള്ളം ഒഴുകുന്ന ടൈം. ആന ഒഴുകി വരുന്നല്ലേ പറയാ സരിത? അങ്ങനെയൊക്കെ പറയും. ആന ഒഴുകി വരുന്നല്ലേ പറയാ? വേറൊരു കഥ പറയും, അത് പബ്ലിക്കായിട്ട് പറയാൻ കൊള്ളില്ല. അതെ, നിനക്ക് കൊട്ട വേണോ? മുട്ടയാ? കൊട്ട 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 ഞാൻ എടുത്തോളാം. ഭയങ്കര വിശപ്പ്. അത് പിന്നെ എപ്പോഴല്ലാത്ത. ചോറ് എടുത്തിട്ട് വന്നാ? ചാള കൂട്ടാനും മീൻ വറുത്തതും ചാള വറുത്തതും. ഞാൻ ചോറിനാൻ പോവാ. സമയം 12 ആയിട്ടുള്ള. എന്തിനാവാ വെറുതെ ഇരിക്കുമ്പോഴേ ഭയങ്കര വിശപ്പ്. പിന്നെ ഈ മഴക്കാലത്ത് എപ്പോഴും വിശപ്പ് കൂടും നമുക്ക് മൊത്തത്തിൽ. ഇതാണെങ്കിൽ സരിതയാണെങ്കിൽ ചാള വറ്റിച്ച് വെച്ചതാട്ടാ. എന്താ തുന്തുരുവിന് ഇപ്പൊ മഴക്കാലായപ്പോ ഇത്തിരി ചെലവ് കൂടുതലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മഴക്കാലത്ത് ഭക്ഷണത്തിന് ചെലവ് കൂടുതലാന്ന്. മഴ ഇങ്ങനെ പെയ്യുമ്പോഴേ നമുക്ക് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കഴിക്കാൻ തോന്നും. പ്രത്യേകിച്ച് നോൺ വെജ്, നല്ല എരിവും പുളിയൊക്കെ ഉള്ള സാധനം. എനിക്കൊരു ഉരുളാണ് പിന്നെ. വേണ്ട വേണ്ട, ജഗുനാണോ? വെറുതെ ഇരിക്കണാരനല്ലേ വിശപ്പ് തോന്നണേ. ഞാൻ കഴിക്കാം. ജഗുട് വരുന്നുള്ള മരുന്നുകൾ മുഴുവൻ കഴിഞ്ഞിട്ടില്ലേ? അത് നീ വൈകുന്നേരമല്ലോ. അതിനുണ്ട് രസമുണ്ടാ? നീ മറുത്താണ്. അപ്പം കുറെ കഥകളും വെറുതെ വർത്താനൊക്കെ പറഞ്ഞ് നമ്മൾ സമയം കളഞ്ഞു. എനിക്ക് വയ്യാത്ത കാരണം പിടിക്ക് വലിയ ഉഷാറുണ്ടാവില്ല ചേട്ടാ. നമുക്ക് നാളെ ഒരു മിടക്കം പിടിയിട്ട് വരാം. പണിക്ക് എടുത്ത് വർത്താനൊക്കെ പറഞ്ഞിട്ട് കൂടാട്ടാ. അപ്പം നമുക്ക് നിർത്താം.